പിന്നെ പുതുതായിട്ട് ഇറങ്ങുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷകളിൽ സസ്പെൻഷൻ പോരായ്മ കാരണം പല ആളുകളും പുറത്തു നിന്ന് സ്പ്രിങ്ങുകൾ ഘടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പുറത്തു നിന്ന് സ്പ്രിങ് ഘടിപ്പിക്കുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. അഥവാ മേജർ ആക്സിഡന്റ്, ഡ്രൈവർ മരണപ്പെടുക, യാത്രക്കാർ മരണപ്പെടുക, കാൽനട യാത്രക്കാർ മരണപ്പെടുക, അഥവാ ഇൻഷുറൻസ് കമ്പനികൾക്ക് കൂടുതൽ നഷ്ടപരിഹാരം തരേണ്ട സാഹചര്യം വന്നാൽ ഇൻഷുറൻസ് കമ്പനി പൂർണ്ണമായിട്ടും അന്വേഷിക്കും ഈ വാഹനം എങ്ങനെ അപകടത്തിൽപ്പെട്ടു എന്ന്. അപ്പം ഈ അപകടത്തിൽ പെടാൻ കാരണം ഈ ഓട്ടോ ഡ്രൈവർ ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ എക്സ്ട്രാ കൊടുത്ത സ്പ്രിങ്ങുകൾ മൂലമാണ് വാഹനം തെന്നിപ്പോയത്. ആ കാരണം കൊണ്ടാണ് യാത്രക്കാർ മരണപ്പെട്ടത് എന്ന് കമ്പനി അപ്പീൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസ് തുക നിങ്ങൾക്ക് ലഭിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ സ്പ്രിങ്ങുകൾ കൊടുക്കുകയാണെങ്കിൽ കമ്പനിയിൽ പോയി പ്രത്യേകം പെർമിഷൻ വാങ്ങി, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ പോയി ഇങ്ങനെ ഞാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ പരിരക്ഷ ലഭിക്കുമോ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഇങ്ങനെയുള്ള എക്സ്ട്രാ സ്പ്രിങ്ങുകൾ ഘടിപ്പിക്കുക. കഴിഞ്ഞ വർഷമാണ് തോന്നുന്നുണ്ട് ആലപ്പുഴയിലെങ്ങാനും ഒരു കാർ ആക്സിഡന്റ് നടന്നിട്ട് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാതെ പോയത്. അതെന്ന് വെച്ചാൽ ഒന്ന്, കാറ് റെന്റിന് കൊടുത്തു, നിയമപ്രകാരമല്ലാത്തത്. രണ്ടാമത്തേത് കാരണം പറഞ്ഞത് ആ വാഹനത്തിൽ കാറിൽ അമിതമായിട്ടുള്ള ആളുകൾ യാത്ര ചെയ്തു വരുന്ന കാരണം.